ആഴ്ച ഒന്നായി. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ തിങ്കളാഴ്ച ഈ സമയം നമ്മളെല്ലാവരും ഏറിൽ നിൽക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഈ മുഖ്യമന്ത്രി എവിടെ? തമിഴ്നാട്ടിൽ വിജയ്, ബംഗാളിൽ സുവേന്ദു അധികാരി, ആസാമില് മറ്റേ ഹിമന്ത ബിശ്വ ശർമ്മ, മറ്റേ പുതുച്ചേരി രംഗരാജ് എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, തമിഴ്നാട്ടിൽ ആവശ്യത്തിന് ഭൂരിപക്ഷം ഇല്ലാതെ ഓടി നടന്നാണ് ഭൂരിപക്ഷം തട്ടിക്കൂട്ടി ശരിയാക്കിയത്. അത് അത്രയും പെട്ടെന്ന് ശരിയാക്കി എടുത്തു. അതെ, ഇതുവരെ നമുക്കൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താനായിട്ട് ഖാർഗെയുടെ അടുത്ത് ചെല്ലുന്നു, രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചെല്ലുന്നു. ഇനിയിപ്പോൾ വയ്യാതെ കിടക്കുന്ന സോണിയാഗാന്ധി കാണണം, എങ്കിൽ മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാവൂ. അല്ല ഐഷാഖാൻ, എനിക്ക് എപ്പോഴും നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ള സംശയം, എന്താണ് ഈ ഹൈക്കമാൻഡ്? ഇത് അമൂർത്തമായൊരു സാധനമാണോ, അത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ആളുണ്ടോ ശരിക്കും ഹൈക്കമാൻഡ്? ഇത് ഇന്നലെ നമ്മുടെ സുഹൃത്ത് ഷാജി മാത്യു, കാർട്ടൂൺ സ്റ്റാർ, അദ്ദേഹം ഒരു കാർട്ടൂൺ വരച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ കാർട്ടൂണുകളാണ്. പത്തനംതിട്ട മലയാലപ്പുഴ സ്വദേശി പുള്ളി ടോംസിൻ്റെ കാലം തൊട്ട് കാർട്ടൂൺ വരയ്ക്കുന്നു. നമ്മുടെ അടുത്ത ഒരു സുഹൃത്തും കൂടി. പുള്ളി സമകാലിക സംഭവങ്ങൾ ഗംഭീരമായിട്ട് ചെയ്യും. പുള്ളി ഇന്നലെ ചെയ്ത ഒരു കാർട്ടൂൺ, ആ കാർട്ടൂൺ എന്ന് പറയുന്നത് ജനങ്ങൾ ടി വിയുടെ മുമ്പിൽ കാത്തിരിക്കുക, ആരാകും മുഖ്യമന്ത്രി. ജനത്തിന് ഉറക്കമില്ല, ജനം ഉറങ്ങാതെ കാത്തിരിക്കും. ഹൈക്കമാൻഡ് അവിടെ പായും വിരിച്ച് തലത്തിൽ ഉറങ്ങുക. അവിടെ കേരളത്തിലെ ജനങ്ങൾ ടി വിയുടെ മുമ്പിൽ കുത്തിയിരുന്ന് ആരാകും മുഖ്യമന്ത്രി എന്ന് കാട്ടിക്കൊടുക്കുക. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ടി വിയിൽ എഴുതി കാണിക്കും. അപ്പം ഹൈക്കമാൻഡ് അവിടെ പായും വിരിച്ച് അപ്പുറം ഇപ്പുറം ഖാർഗെയും രാഹുലും എല്ലാം അവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരു കാർട്ടൂൺ. നല്ല ഗംഭീര സംഭവം. നമ്മൾ മലയാളികൾ ഈ ഉറക്കം കിട്ടാതെ അലഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ആര് മുഖ്യമന്ത്രിയാകും, എന്ന് ഭരണം തുടങ്ങും. വേറൊരു വാർത്ത ശ്രദ്ധിച്ചായിരുന്നോ? ഭരണം അങ്ങ് തുടങ്ങി. ഇവിടുത്തെ വകുപ്പുകൾ ഉദ്യോഗസ്ഥന്മാർ, അത് രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനും 2 പേർക്കും എസ്കോർട്ടിന് വണ്ടി അയച്ചു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. 2 കൂട്ടരും നിഷേധിച്ചു, ഞങ്ങൾ മുഖ്യമന്ത്രി ആയിട്ടില്ല. ഇത് 2 പേർക്ക്. ഇപ്പം അതെന്താ കാര്യം എന്നറിയോ? ഈ പോലീസിന്റെ സംശയം ഇതിൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത്. വണ്ടി അയച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 2 കൂട്ടർക്കും അതങ്ങ് അയച്ചു. കഴിഞ്ഞ ദിവസം ഇതുപോലെ വേറെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, പോലീസിൽ തന്നെ ഇതുപോലെ ഒരു ഇന്റലിജൻസ് വിഭാഗക്കാർ വി ഡി സതീശന് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്താൻ പറഞ്ഞു ഇന്റലിജൻസ് IGP. അപ്പോൾ അവസാനം അത് വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, കാരണം ഇവിടെ ഭരിക്കാൻ മുട്ടിയിരിക്കുകയാണ് സർക്കാർ വകുപ്പുകൾ. പക്ഷേ ഒരു നാഥൻ വരണ്ടേ? അല്ല, അതാണ് നമ്മൾ വളരെ വിചിത്രമാണിത്. കാരണം കേരളത്തിൽ ഫലത്തിൽ നാഥനില്ലാ കളരിയാണ് ഇപ്പം കേരളം. കാരണം ഇവിടെ ഉള്ള ഒരു കാവൽ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ അയാൾ ഇവിടുത്തെ ഒരു കാര്യം അന്വേഷിക്കുന്നതിൽ ഒരു നയപരമായ കാര്യം തീരുമാനം എടുക്കാനും പറ്റില്ല. അതെ. എന്നിട്ട് ഇവിടെ ഇപ്പോൾ സർക്കാരില്ലാത്ത അവസ്ഥ, ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ വൃത്തികൾ കാണിക്കുകയാണെങ്കിൽ നല്ലൊരു അവസരം. അല്ല, ഭരണം തുടങ്ങിയത് അതായത് NGO അസോസിയേഷൻകാർ ഒരുത്ത ലെറ്റർ പാഡിൽ എഴുതി കൊടുത്തു, ഇന്ന ആൾക്കാരെ സ്ഥലം മാറ്റും. അപ്രൂവ്ഡ് എന്നല്ല, വിത്ത് റെഫറൻസ്. ഏതാ ഇന്ന ലെറ്റർ നമ്പർ, ഇന്നയാൾ ഇന്ന ആൾക്കാരെ ഇന്ന സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സർക്കാർ വരുന്നതിന് മുമ്പ് ഇവിടെ സമാന്തര ഭരണം തുടങ്ങി. അതായത് പിന്നെ സർക്കാർ വരുന്നൊന്നും വരെ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് ക്ഷമയില്ല. അപ്പം പോരെങ്കിൽ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് പ്രസംഗിച്ചത് കണ്ടില്ലേ? നിയുക്ത MLA ആണ്, പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്, നമുക്കെതിരെ തന്നതിന് നമ്മൾ തിരിച്ച് ഓരോ കാര്യത്തിലും 10 വർഷമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണിക്ക് മുഴുവൻ മറുപണി ചെയ്യണം. ഇവരാകെ വരണ്ടിരിക്കുക. ഇപ്പൊ എന്താണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഉറങ്ങിക്കിടന്നിരുന്ന NGO യൂണിയൻകാരൊക്കെ സമരവുമായി രംഗത്തിറങ്ങി. അതായത് സർക്കാർ വന്നില്ലെങ്കിലും സമരവുമായിട്ട് ഇറങ്ങി, എല്ലാവരും ഇറങ്ങും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഇതിപ്പോ ആരാ ഭരിക്കുന്നതെന്നറിയാതെ ഈ പിന്നെ അന്തം കമ്മികൾ, സൈബർ സഖാക്കൾ കയറിയിട്ട് സർക്കാരിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനടിയിൽ വന്ന് കാണിക്കുന്നവരെല്ലാം കൊടുക്കുന്ന കമന്റ് എന്താണ്? കാവൽ സർക്കാരാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയാണ്. പുതിയ സർക്കാർ വന്നു, പുതിയ നയരൂപീകരണം വന്നു, പുതിയ നയപ്രഖ്യാപനം വന്നു. അതിനുശേഷം മാത്രമേ പുതിയ സർക്കാരിൻ്റെ നയങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം പന്നിയാർ എന്ന് പറയുന്ന അതിൻ്റെ കരയിലുണ്ടായിരുന്ന അനധികൃത കയ്യേറ്റക്കാരെ മുഴുവൻ ഒഴിപ്പിച്ചിട്ട് എന്താണ് സംഭവിച്ചത്? മൊത്തം ആൾക്കാരെ അപ്പം ഒഴിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആരുടെ തലയിലായെന്നറിയാമോ? ഇത് കോൺഗ്രസിന്റെ തലയിലായി, പുതിയ സർക്കാരിന്റെ തലയിലായി. അങ്ങനെയാണല്ലോ. പക്ഷേ കൃത്യമായി ഇടുക്കി ജില്ലാ കളക്ടർ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അതായത് അനധികൃതമായിട്ട് താമസിച്ചിരുന്നയാളാണ്, അവരെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഒഴിപ്പിക്കുന്നത്. ഇത് കയ്യേറ്റമാണ്, കയ്യേറ്റം വെച്ച് ഉറപ്പിക്കില്ല, അതുകൊണ്ടാണ് ഒഴിപ്പിക്കുന്നത് എന്നുള്ളത് വന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ ഓരോ ന്യായം ചോദിക്കുന്നതെന്നറിയോ? ഇവർ അനധികൃതമാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനവിടെ കെട്ടിടം നിർമ്മിക്കാൻ അനുമതി കൊടുത്തു? അത് കളക്ടറുടെ ബോധറിങ് അല്ലല്ലോ. ഇപ്പൊ കളക്ടർ അല്ല, ഇപ്പൊ ഹൈക്കോടതിക്ക് അത് അറിയേണ്ട കാര്യമില്ല. പാവങ്ങളോ
പട്ടിണിപ്പാവങ്ങളോ ഒരുപാട് പേര് അവിടെ വന്ന്, കാരണം തീരസംരക്ഷണ നിയമമുണ്ട്, പിന്നെ പ്രകൃതി സംരക്ഷണ നിയമമുണ്ട്, അതുപോലെ കയ്യേറ്റത്തിനെതിരായ നിയമമുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അത് കയ്യേറ്റമാണ്. അവിടെ വലിയ 2 നില 3 നില ഹോട്ടലുകൾ വരെ പണ്ട് 3-4 കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചെന്ന VS-ന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. മണിയാശാനെല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങിയില്ല. പന്നിയൻ രവീന്ദ്രൻ മുടി കഴിച്ചിട്ടുണ്ട്, പന്നിയൻ രവീന്ദ്രൻ ഇപ്പുറത്ത് നാടുന്നു. കെട്ടിടം ഒഴിപ്പിക്കാൻ പോയ PS മുഖ്യമന്ത്രിയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഇതിനകത്ത് എന്നിട്ട് CPM-കാർ എന്ന് പറയുന്നത് കണ്ടോ, അവർ കയറിയ പുറകെ ഇറങ്ങി. അത് പറഞ്ഞാൽ ആര് കയറിയിട്ടാണ്, ആര് ചെയ്തിട്ടാണ്, ഇതെന്താണ് സംഭവം? ഫലത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇത് അതുപോലെ അടുത്ത ഒരു സംഭവം, പാഠപുസ്തകവും യൂണിഫോം വിതരണവും മുടങ്ങി. UDF കയറിയില്ല, അതിനു മുമ്പേ മുടങ്ങി എന്ന് പറഞ്ഞ് അടുത്ത പ്രചരണമാണ്. അപ്പോൾ അതിനടിയിൽ ഓരോ അധ്യാപകരൊക്കെ വന്നിട്ട് പറയുന്നു, എന്നാ യൂണിഫോം വിതരണവും പാഠപുസ്തക വിതരണവും കഴിഞ്ഞു. അത് കഴിഞ്ഞു. അത് മാത്രം മന്ത്രി അന്നേ പ്രഖ്യാപിച്ചാണ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് കോൺഗ്രസിന്റെ കുഴപ്പമാണ്. കാരണം ഇപ്പൊ അധികാരത്തിൽ വരുന്ന കോൺഗ്രസ് 2 മാസം മുമ്പേ പാഠപുസ്തകം വിതരണം ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ബാധിച്ച ഒരു കാര്യമുണ്ട്. ആ ബാധിച്ച കാര്യം എന്ന് പറയുന്നത് KSRTCയിലെ ശമ്പളവും പെൻഷനും. അത് മിനിസ്റ്റർ മാറിയതോടെ അത് മുടങ്ങി. അത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അത് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടാണ്. ഓടിയെടുത്താണ് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ വന്ന ബസ്സിലെ കണ്ടക്ടറിന്റെ സംസാരിക്കായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ ഓടി കിട്ടുന്നത് താമസിച്ചു, അതുകൊണ്ട് അത് മുടങ്ങി. പിന്നെ വേറൊരു രസകരമായ സംഭവമുണ്ട്. സർക്കാർ കയറുന്നതിന് മുമ്പ് സൗജന്യ യാത്ര സ്ത്രീകൾക്ക് എന്ന് പറയുന്ന തുടങ്ങിയെന്നാണ് ഇവർ പറയുന്നത്. അത് സംഭവം എന്താ സത്യത്തിൽ? അത് ഗണേഷ് കുമാർ ഉത്തരവിട്ടിട്ട് പോയ സാധനമാണ്. അതായത് എത്ര വനിതകൾ കയറുന്നു, എത്ര പുരുഷന്മാർ കയറുന്നു, എത്ര ട്രാൻസ്ജെൻഡേഴ്സ് എത്ര കയറുന്നു, അത് എനം തിരിച്ച് എടുക്കാൻ പറഞ്ഞേ. അത് അദ്ദേഹത്തിന്റെ അതിബുദ്ധിയാണ്. മനസ്സിലായില്ലേ? അതായത് ഈ UDF ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു, KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. UDF-കാർ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനൊരു സർവേ നടക്കുന്ന കാര്യം, ഇങ്ങനൊരു ഓപ്ഷൻ ഈ ടിക്കറ്റിനകത്ത് രേഖപ്പെടുത്തിയ കാര്യം UDF-കാർ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഗണേഷ് കുമാർ വിചാരിച്ച് തുടർഭരണം വന്നാൽ ഇതിനുള്ള ഒരു സാധ്യതയാണ് അദ്ദേഹം പരിശോധിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത്. ഒരിക്കലും തോക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഗണേഷ് കുമാറിന് കിട്ടുന്ന പുള്ളിയും വിചാരിച്ചാണില്ല. അതെ, LDF-ന്റെ ഭരണമാണ് വരുന്നതെങ്കിൽ, തുടർ ഭരണമാണ് വരുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഒരു സിനിമയ്ക്കകത്ത് ജഗതി വന്ന് പറയുന്നുണ്ട്, മണ്ടന്മാരെ നീയൊക്കെ അവിടെ അടിയും വെച്ചോണ്ടിരുന്നു, ഞങ്ങൾ പോവാന്നും പറഞ്ഞ് പോകുന്ന ഒരു വണ്ടി വിട്ടു കൊച്ചി രാജാവ് സിനിമയിൽ. ഇതേപോലെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആശാന്മാരെ മുഴുവൻ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിയിടുന്നു. ഇവിടെ സർക്കാർ ഭരണം തുടങ്ങിക്കഴിഞ്ഞു. ഇവിടുത്തെ വകുപ്പുകളിൽ ജീവനക്കാർ, ഉദ്യോഗസ്ഥർ ഭരണം തുടങ്ങിക്കഴിഞ്ഞു. അവര് കൃത്യമായിട്ട് ഭരണം തുടങ്ങി, അവര് ട്രാൻസ്ഫർ അടിച്ചു തുടങ്ങി, ഉദ്യോഗസ്ഥരെ ഇപ്പം ഒരുപാട് പേരെ തിരിച്ചെടുത്തു. സസ്പെൻഷനിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തിരിച്ചു കയറി. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം DSP എന്നെ വിളിച്ചിട്ട് പോയി, ഞാൻ തിരിച്ചു കയറി കേട്ടോ. ഞാൻ ചോദിച്ചാ അപ്പൊ എങ്ങനെ കയറി? എനിക്കും അറിയത്തില്ല, എന്നെ തിരിച്ചെടുത്തു. എന്നെ എടുത്തു. അച്ഛാ എങ്ങനെ എടുത്തു? ഒരു പിടിയില്ല, എന്നെ തിരിച്ചെടുത്തു. എടുത്തു. അപ്പൊ എന്താണ് അവിടെ ഈ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇവര് ചെയ്തതാണോ, അതോ പുതിയ ഭരണം വന്നപ്പം ഇവര് സ്വമേധയാ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർ ചെയ്തതാണോ? ഒന്നും അറിയില്ല. സംഭവം എന്തൊക്കെയോ ഇവിടെ. വൈകുന്നേരത്ത് രാത്രി നമ്മൾ ടെലിവിഷനിൽ കാണുമ്പോൾ ഈ ചർച്ച നടത്തിയിട്ട് 3 നേതാക്കന്മാർ ഇറങ്ങി വരുമ്പോൾ 3 പേരുടെയും മുഖത്തെ ഭാവം ശ്രദ്ധിച്ചിരുന്നു. 3 പേരും ഖിന്നരാണ് ആ പടം കണ്ടിട്ട്. ഒരു ക്ഷീണഭാവം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ ഷാജി ഒരു കാർട്ടൂൺ വരച്ചു. നമുക്ക് ആ കാർട്ടൂൺ ഇതിനൊപ്പം ചേർക്കാം, ഈ കാർട്ടൂണുകൾ. അപ്പം അതെന്താണെന്നറിയാമോ? അതായത് ഒരു കസേരയ്ക്ക് വേണ്ടി 3 കൂടെ അകത്ത് കിടന്ന് അടിയിടുന്നു. എന്നിട്ട് ഇവർ വെളിയിൽ ഇറങ്ങിക്കൊണ്ടു മര്യാദയ്ക്ക് ഇരുന്നോണം, അണികൾ ഫ്ലെക്സ് എല്ലാം എടുത്ത് മാറ്റിക്കോ. എന്താണ് നിങ്ങൾ മര്യാദ കാട്ടണം, നിങ്ങൾ അടിയിടാൻ പാടില്ല, നിങ്ങൾ ഫ്ലെക്സ് എടുത്ത് മാറ്റണം. അപ്പം എന്തായാലും ഇപ്പൊ സാധ്യത ഇപ്പൊ വന്നിരിക്കുന്നത് വേണുഗോപാലിന് തന്നെയാണ്. ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും. അല്ല, VD സതീശൻ കംപ്ലീറ്റ്ലി ഔട്ടായി കഴിഞ്ഞു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, 3 പേരുടെ ആൾക്കാർ പറയുന്നത് അവർ ഞങ്ങളുടെ ആളാണ്, സത്യപ്രതിജ്ഞ ചെയ്യാൻ റെഡിയാണെന്നാണ് പറയുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ റെഡിയായിരിക്കും. ഫ്ലക്സ് മറ്റേ കേക്കിനും ലഡുവിനും ഒക്കെ ഓർഡർ കൊടുത്തതാണ്. അത് പിന്നെ ഇപ്പം മോഹൻലാലിന്റെ സിനിമയില്ലേ ചോട്ടാ മുംബൈ, ഷക്കീല വന്നോ മക്കളെ എന്ന് ചോദിക്കത്തില്ലേ, അപ്പാപ്പൻ വന്നിട്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ ഓരോരുത്തർ രാവിലെ TV ഉണ്ട്, മുഖ്യമന്ത്രി വന്നോ മക്കളെ എന്നാ ചോദിച്ചോണ്ടിരിക്കും. അല്ല, വഴി നമ്മളെ കാണും, നമ്മൾ മധ്യരംഗത്തുള്ളവരാണെന്ന് അറിയാവുന്ന അവരെതിരെ ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട് തീരുമാനമായോ എന്നുള്ളത്. കാരണം നാട്ടുകാർ ഉത്കണ്ഠയിലാണ്. കാരണം പിണറായിയുടെ ദുർഭരണത്തിനെതിരെ ഒരു വലിയ സംഘത്തിന് ഇത്രയും വലിയ ഭൂരിപക്ഷം കൊടുത്ത് പറഞ്ഞേച്ചിട്ട്. അല്ല, ഈ 3 കൂട്ടരെ ആൾക്കാർ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്, നമ്മുടെ ഓഫീസിനെ ബന്ധപ്പെടുന്നുണ്ട്. അത് 3 കൂട്ടരും ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ ഒരാൾ പറയുന്നു അദ്ദേഹം തന്നെ, വേറെ ആരുമല്ല, VD സതീശൻ തന്നെ. വേറെ ആൾ പറയുന്നു VD ഇല്ല, VD ഔട്ടായി, രമേശാണ്. അപ്പോൾ KC-യുടെ ആൾക്കാർക്ക് പോലും ഉറപ്പില്ല. KC AICC ജനറൽ സെക്രട്ടറി വലിയ അവർക്ക് പോലും ഇതുവരെ ഉറപ്പില്ല. പിന്നെ എങ്ങനെ KC-ക്ക് കിട്ടുമെന്നാണ് നമ്മൾ പറയുന്നത്.
ഈ കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും മാത്രമല്ല, കോൺഗ്രസിൻ്റെ തീരുമാനം പണ്ട് ഞങ്ങൾ എപ്പോഴും പറയും പാതിരാത്രിയായിരിക്കും തീരുമാനം വരുന്നത്. അതെ. അർദ്ധരാത്രി എല്ലാ മനുഷ്യരും ഉറങ്ങിയതിന് ശേഷമായിരിക്കും തീരുമാനങ്ങൾ വരുന്നത്. തീരുമാനം വരും. ഇപ്പോഴും അത്തവണ അർദ്ധരാത്രി വരുമ്പോൾ പട്ടാപ്പകൽ വരുമോ എന്ന് മാത്രമേ കാത്തിരുന്നാൽ മതി. ഏതായാലും കേരളത്തെ ജനങ്ങളെ ഞങ്ങൾ മണ്ടന്മാരാക്കരുത്. രണ്ട് തരം പ്രകടനം ഉണ്ടാവും. സീറ്റ് മുഖ്യമന്ത്രി ആയവൻ്റെ ആഹ്ലാദ പ്രകടനവും ആകാതെ പോയവരുടെ പ്രതിഷേധ പന്തകളത്തി പ്രകടനവും കാണും.